ഹലോ, അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ദ ബിഗിനിങ് ആഫ്റ്റർ ദ എൻഡ് എന്ന എനിമി സീരീസിൻ്റെ സീസൺ 1 രണ്ടാമത്തെ എപ്പിസോഡാണ്. സോ ഇതിൻ്റെ കഥയിലേക്ക് കിടക്കാം. അപ്പോൾ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ രാജാവിൻ്റെ പാസ്റ്റാണ് കാണിക്കുന്നത്. രാജാവിനെ കൊല്ലാൻ ശ്രമിച്ച ഒരാളെ നമ്മുടെ രാജാവ് ബന്ധിതനാക്കി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ചുറ്റിലുള്ള ആൾക്കാർ പറയുന്നുണ്ട്, നീ ചെയ്തത് വലിയ തെറ്റാണ്, ഇതിനുള്ള തക്കതായ ശിക്ഷ തന്നെ നിനക്ക് ലഭിക്കണം, നീ നിൻ്റെ കുടുംബത്തോടൊപ്പം നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ കുടുംബത്തോടൊപ്പം നാട്ടിലേക്ക് പോയാൽ മരണത്തേക്കാൾ വലിയ ശിക്ഷയാണ് ഞങ്ങളെ കാത്തിരിക്കുന്നത്. എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, പക്ഷേ എൻ്റെ കുടുംബത്തെ ഇതിൽ നിന്ന് ഒഴിവാക്കണം കിങ്കിരെ, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാമെന്ന് അയാൾ പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ രാജാവ് അയാളുടെ ഭാര്യയെയും പിഞ്ചു കുഞ്ഞിനെയും കഴുത്തറുത്ത് ക്രൂരമായി കൊല്ലുന്നു. അപ്പോൾ ചുറ്റുമുള്ള ആളുകൾ പറയുന്നുണ്ട്, രാജാവ് അവരോട് കരുണ കാണിച്ചു, അവരെ സ്വർഗത്തിലേക്ക് അയച്ചു. സോ ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ ബന്ധിക്കപ്പെട്ട ആൾ പറയുന്നുണ്ട്, കിങ്കിരെ നന്ദി. സോ ആ സീൻ കട്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ പ്രസൻറ്റ് സീനാണ് കാണിക്കുന്നത്. നമ്മുടെ ആർത്തർ ഇപ്പോൾ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ദിവസം ആർത്തറും റെയ്നോൾഡും ട്രെയിൻ ചെയ്യായിരുന്നു. രണ്ടുപേരും തൻ്റെ മാനാ പവർ ഉപയോഗിച്ചുകൊണ്ട് സോഡ്സ് ട്രെയിനിങ് ചെയ്യായിരുന്നു. അങ്ങനെ നമ്മുടെ ആർത്തർ തൻ്റെ പവർ ഉപയോഗിച്ചിട്ട് റെയ്നോൾഡിൻ്റെ സോഡ് പൊട്ടിക്കുന്നുണ്ട്. നമ്മുടെ റെയ്നോൾഡ് ആകെ ആശ്ചര്യപ്പെട്ട് നിൽക്കുന്നുണ്ട്. ഈ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം രണ്ടുപേരും ആലീസിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ റെയ്നോൾഡ് ആലീസിനോട് പറയുന്നുണ്ട്, ആലീസ്, നമ്മുടെ ആർത്തറിനെ ട്രെയിൻ ചെയ്യിക്കാൻ ഒരു പ്രോപ്പറായി ടീച്ചറിനെ വെക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആലീസ് പറയുന്നുണ്ട്, എനിക്ക് അവനെ ട്രെയിൻ ചെയ്യാൻ വിടാൻ ഇഷ്ടമല്ല, നിങ്ങളല്ല പറഞ്ഞ് നിങ്ങൾ തന്നെ ട്രെയിൻ ചെയ്തോളാമെന്ന്. ഞാൻ ട്രെയിൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇവൻ്റെ ജന്മനുള്ള കഴിവ് വളരെ മികച്ചതാണ്, അതിന് നല്ലൊരു ടീച്ചറിനെ വേണമെന്ന് നമ്മുടെ റെയ്നോൾഡ് പറയുന്നുണ്ട്. എനിക്കും മന്ത്രവാദത്തെപ്പറ്റി കുറച്ചൊക്കെ അറിയാമെന്ന് നമ്മുടെ ആലീസ് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റെയ്നോൾഡ് പറയുന്നുണ്ട്, നിൻ്റെ മന്ത്രവാദം ഡിഫറൻ്റ് ആണ്, അവനിപ്പോൾ വെറും 4 വയസ്സായിട്ടുള്ളൂ, അപ്പോഴേക്കും അവന് അവൻ്റെ മാന ഉപയോഗിച്ചുകൊണ്ട് പല സാധനങ്ങളും മുറിക്കാൻ പറ്റുന്നുണ്ട് എന്ന് നമ്മുടെ റെയ്നോൾഡ് പറയുന്നുണ്ട്. എന്നിട്ട് അവൻ മുറിച്ച ആ മരത്തിൻ്റെ സോഡ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആലീസും ഞെട്ടുന്നുണ്ട്, അവൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് എന്ന് റെയ്നോൾഡ് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആലീസിന് സമ്മതമല്ല നമ്മുടെ ആർത്തറിനെ ട്രെയിൻ ചെയ്യാൻ ദൂരേക്ക് പറഞ്ഞേക്കാൻ. അപ്പോൾ ഈ കാര്യം പറഞ്ഞുകൊണ്ട് നമ്മുടെ റെയ്നോൾഡും അതുപോലെ ആലീസും വഴക്കൂടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആർത്തർ തന്നെ പറയുന്നുണ്ട്, എന്നെ ഒറ്റയ്ക്ക് കൂടാൻ സമ്മതമില്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും എൻ്റെ കൂടെ വന്നൂടെ എന്ന്. അപ്പോൾ നമ്മുടെ ആലീസും പറയുന്നുണ്ട്, അതൊരു നല്ല കാര്യമാണല്ലോ, ഞങ്ങളും നിൻ്റെ കൂടെ വരാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഈ 3 പേരും യാത്രയ്ക്ക് പോകാൻ തയ്യാറാവുകയാണ്. സോ ഇവർ 3 പേര് മാത്രമല്ല പോകുന്നത്, നമ്മുടെ റെയ്നോൾഡിൻ്റെ ഫ്രണ്ട്സും ഉണ്ട്. അതിലൊരാൾ വന്നിട്ട് നമ്മുടെ ആർത്തറിനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ നിന്നെ കണ്ടിട്ടുണ്ട്, പക്ഷെ നിനക്ക് എന്നെ ഓർമ്മ ഉണ്ടാവില്ല, കാരണം നീ അന്ന് കുട്ടിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ശരിക്കും നമ്മുടെ ആർത്തറിന് അയാളുടെ ഓർമ്മ ഉണ്ടാവും, കാരണം നമ്മുടെ ആർത്തറിൻ്റെ വീട് നശിച്ചപ്പോൾ അതെല്ലാം വൃത്തിയാക്കാൻ വന്നിരുന്നത് ഇവരായിരുന്നു. സോ ഇവരൊക്കെ ട്വിൻ ഹോൺ എന്ന് പേരുള്ള പാർട്ടിയിലുള്ളവരാണ്. നമ്മുടെ ആലീസും റെയ്നോൾഡൊക്കെ പണ്ട് ഈ പാർട്ടിയിലുള്ളവരായിരുന്നു. ഇയാളുടെ പേര് ആദം ക്രൻഷ് എന്നാണ്. സോ അതിനുശേഷം ആഞ്ചല റോസ് എന്ന് പറഞ്ഞിട്ടൊരു പെൺകുട്ടി നമ്മുടെ ആർത്തറിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അതിനുശേഷം ഡെർഡൻ വാൾക്കർ എന്ന് പറഞ്ഞിട്ടൊരാളെ പരിചയപ്പെടുന്നു. സോ അയാൾക്ക് നമ്മുടെ ആർത്തർ കയ്യൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് തൻ്റെ അടുത്ത് 2 പേര് നിൽക്കുന്നതായിട്ട് ആർത്തർ ശ്രദ്ധിക്കുന്നത്. സോ ഇതാണ് ജാസ്മിൻ ഫ്ലെയിംസ്വർത്ത്. പിന്നെ ഇവളുടെ പേര് ഹെലൻ ഷാർഡ് എന്നാണ്. സോ നമ്മുടെ ഹെലൻ നമ്മുടെ ആർത്തറിനെ കയ്യൊക്കെ കൊടുത്ത് പരിചയപ്പെടുന്നുണ്ട്. അതിനുശേഷം ഇവരെല്ലാം യാത്ര ആരംഭിക്കുകയാണ്. സോ ഇപ്പോൾ ഇവർ സൈറസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിറ്റിയിലേക്കാണ് പോകുന്നത്. സോ ഒരു കാളവണ്ടി പോലത്തെ ഒരു വണ്ടിയിലാണ് ഇവർ യാത്ര പോകുന്നത്. അപ്പോൾ നമ്മുടെ രാജാവ് ചിന്തിക്കുന്നുണ്ട്, തൻ്റെ വേൾഡിലുള്ള വാഹനങ്ങളുടെ അത്ര വികസിതമായ വാഹനങ്ങളല്ല ഈ വേൾഡിലുള്ളത്. സോ അങ്ങനെ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം ഇവർ ഒരു സ്ഥലത്ത് വിശ്രമിക്കാൻ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ കുറച്ച് ചെന്നായ്കൾ ഇവരെ ആക്രമിക്കാൻ വരുന്നു. സോ ഇവരെല്ലാം ഇവരുടെ ഇൻഡിവിജ്വൽ പവർ ഉപയോഗിച്ചുകൊണ്ട് ആ ചെന്നായ്കളെല്ലാം കൊന്നു കളയുന്നുണ്ട്. ഇവരിൽ ആദം, ഹെലൻ, അതുപോലെ ജാസ്മിൻ എന്നിവരെല്ലാം ഓഗുമെൻറ്റേഴ്സാണ്. അതുപോലെ ആഞ്ചലൻ, ഡെർഡനും കോൺജുറേഴ്സാണ്. സോ അന്ന് രാത്രി എല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ആലീസ് ഭക്ഷണം ഫുള്ള് കഴിക്കാതെ വയറ് നിറഞ്ഞെന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ആലീസ് റെയ്നോൾഡിൻ്റെ കയ്യിലുള്ള മുറിവ് ശ്രദ്ധിക്കുന്നത്. സോ അത് അവൾ ഹീൽ ചെയ്ത് തരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബാക്കി എല്ലാവരും നമ്മുടെ ആലീസ് ഹീൽ ചെയ്യുന്നത് വേറെ ആരും കാണാതിരിക്കാൻ മറിഞ്ഞു നിൽക്കുന്നുണ്ട്. ഇവരൊക്കെ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ആലീസ് എമിറ്റർ എന്ന പേരുള്ള ഒരു പ്രത്യേകതരം മേജാണ്. സോ വേൾഡിൽ തന്നെ ഇവരുടെ എണ്ണം വളരെ കുറവാണ്. ഇവർക്ക് ഹീൽ ചെയ്യാനുള്ള കഴിവുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ വേൾഡിൽ ഇവരുടെ എണ്ണം കുറവായതുകൊണ്ട് തന്നെ നമ്മുടെ ആലീസ് ഒരു എമിറ്റർ ആണെന്ന് ബാക്കിയുള്ളവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആലീസിന് തന്നെയാണ് അത് ആപത്ത്. സോ അതുകൊണ്ടാണ് നമ്മുടെ ആലീസും റെയ്നോൾഡും തൻ്റെ കഴിവുകളൊന്നും പുറത്ത് കാണിക്കാതെ ഒരു ഗ്രാമത്തിൽ ഒളിച്ച് താമസിക്കുന്നത്. പിന്നീട് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മുടെ ആർത്തറും അതുപോലെ ഏദമും കൂടിച്ചൊരു ഫൈറ്റ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഏദാണെങ്കിൽ ഏദത്തിൻ്റെ പവറൊക്കെ തൻ്റെ വെപ്പണിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ആർത്തറിൻ്റെ പവറെല്ലാം വെപ്പണിലേക്ക് മാത്രമല്ല ആർത്തറിൻ്റെ കാലിലേക്കും കൊണ്ടുവരുന്നുണ്ട്. സോ ഇത് കണ്ടിട്ട് നമ്മുടെ ഏദം ഞെട്ടുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ആർത്തറിൻ്റെ കാലിൻ്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് നല്ല ഫാസ്റ്റിൽ മൂവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ഫൈറ്റിൽ ഏദത്തിൻ്റെ അറ്റാക്ക് ചെയ്തിട്ട് ആർത്തർ തെറിച്ച് വീഴുന്നുണ്ട്. അവൻ നിലത്ത് വീണിട്ട് മുമ്പ് തന്നെ നമ്മുടെ ആഞ്ചലയുടെ പവർ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ
നമ്മുടെ ആർത്തറിനെ രക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം നമ്മുടെ ആദത്തിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അവന് വെറും 4 വയസ്സുള്ളൂ, അവനോട് ഇങ്ങനെയൊന്നും അറ്റാക്ക് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. സോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ജാസ്മിൻ ആർത്തറിൻ്റെ അടുത്തൊന്ന് പറയുന്നുണ്ട്, നീ എങ്ങനെയാണ് നിൻ്റെ കാലിലേക്ക് പവർ കൊണ്ടുവന്നത്, അതെനിക്കൊന്ന് പഠിപ്പിച്ചു തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നീട് ഈ യാത്ര വീണ്ടും ആരംഭിക്കുകയാണ്. ഈ യാത്രയിലൂടെ തന്നെ നമ്മുടെ ആർത്തർ പുതിയ കുറേ കാര്യങ്ങൾ പരിശീലിക്കുന്നുണ്ട്. അതുപോലെ കാലിലേക്ക് എങ്ങനെ ശക്തി കൊണ്ടുവരാൻ എന്നുള്ള കാര്യം നമ്മുടെ ജാസ്മിനെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് സമ്മാനമായിട്ട് നമ്മുടെ ആർത്തറിൻ്റെ പിറന്നാളിന് നമ്മുടെ ജാസ്മിന് ഒരു കത്തി കൊടുക്കുന്നുണ്ട്. ഈ കത്തിയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കത്തിയോടൊപ്പം ഒരു കയറുണ്ടാവും. സോ ഇതൊക്കെ കണ്ട് ബാക്കിയുള്ളവരൊക്കെ ആശ്ചര്യപ്പെടുന്നുണ്ട്. കാരണം നമ്മുടെ ജാസ്മിൻ ആരോടും അധികം മിണ്ടാറില്ല. അവൾക്ക് ആർത്തറിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ബാക്കിയുള്ളവർ വിചാരിക്കുന്നുണ്ട്. സോ അങ്ങനെ വീണ്ടും ഈ യാത്ര ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആലീസ് ആർത്തറിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ആലീസിൻ്റെ വയറിന് എന്തോ വേദന പോലെ തോന്നുന്നുണ്ട്. പക്ഷെ ആർത്തർ എന്താണ് ചോദിക്കുമ്പോൾ നമ്മുടെ ആലീസ് ഒന്നും പറയുന്നില്ല. അതിനുശേഷം ഇവരുടെ യാത്ര പിന്നെ ആരംഭിക്കുകയാണ്. അങ്ങനെ ഇവർ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറേ കൊള്ളക്കാർ ഇവരെ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട്. സോ ഇവരെല്ലാം ഇവരുടെ ഇൻഡിവിജ്വൽ പവർ വെച്ചിട്ട് അവരെ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. സോ ഈ കൊള്ളക്കാർ കുറേ പേരുള്ളതിനാൽ ഇവർക്ക് പിടിച്ചിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ കൊള്ളക്കാർ നമ്മുടെ റെയ്നോൾഡിനെ അടിച്ചിടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആലീസ് ഹീൽ ചെയ്യാൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റെയ്നോൾഡ്, വേണ്ട, നീ ഇപ്പോൾ ഹീൽ ചെയ്യാൻ വന്ന നിൻ്റെ പവർ എല്ലാവരും അറിയും, അത് നിനക്ക് ആപത്തായിരിക്കും എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ആർത്തറിനോട് ആലീസിനെ കൊണ്ട് പോകാൻ പറയുന്നുണ്ട്. നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, ഞാനും ഫൈറ്റ് ചെയ്യാം, എനിക്ക് അതിനുള്ള സ്ട്രെങ്ത് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. എന്നാൽ നീ ആ സ്ട്രെങ്ത് നിൻ്റെ അമ്മയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. നിൻ്റെ അമ്മയുടെ വയറ്റിലൊരു കുഞ്ഞ് വളരുന്നുണ്ട്, അതുകൊണ്ട് നിൻ്റെ അമ്മയെ സംരക്ഷിക്കുമെന്ന് നമ്മുടെ റെയ്നോൾഡ് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ആർത്തർ ഓക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആലീസിനായിട്ട് പോകുന്നുണ്ട്. അപ്പം നമ്മുടെ രാജാവ് ചിന്തിക്കുന്നുണ്ട്, ഞാൻ ഒരുപാട് പേരുടെ ജീവൻ എടുത്തിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ ഞാൻ എൻ്റെ ജീവന് വേണ്ടി ഓടുന്നു. അപ്പോഴേക്കും മലയുടെ മുകളിൽ നിന്നൊരു മേജ് നമ്മുടെ ആലീസിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ആർത്തർ ആലീസിനെ തട്ടി മാറ്റിയിട്ട് അറ്റാക്ക് ഏറ്റുവാങ്ങുകയാണ്. എന്നിട്ട് നേരെ ആ മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്നുണ്ട്. താഴേക്ക് വീഴുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ആർത്തർ ജാസ്മിൻ നൽകിയ കത്തി എടുത്തിട്ട് അതിൽ കയർ ഉപയോഗിച്ചുകൊണ്ട് ആ മേജിൻ്റെ കാലിലേക്ക് ഇടുന്നുണ്ട്. എന്നിട്ട് അവനെ വലിച്ചിടുന്നുണ്ട്. അപ്പോൾ താഴോട്ട് വീണുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ രാജാവ് ചിന്തിക്കുന്നുണ്ട്, എന്ത് വിചിത്രമായ അനുഭവമാണിത്, എൻ്റെ കൈകളിപ്പോഴും ശൂന്യമാണ്, പക്ഷേ എൻ്റെ ഹൃദയം നിറഞ്ഞിരിക്കുന്നു. ഇപ്പോഴെനിക്ക് മനസ്സിലാവുന്നുണ്ട് ആ മനുഷ്യൻ്റെ ആഗ്രഹം, ആ 2 പേരും കണ്ണീർ പൊഴിക്കാനുള്ള കാരണം. ഒരാൾ തൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി തൻ്റെ ജീവൻ വരെ നഷ്ടപ്പെടുത്തുന്നു. അവർക്ക് അവരുടെ കുടുംബത്തെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർ കണ്ണീർ പൊഴിക്കും. ശരിയാണ്, ഞാനൊരു മൂത്ത സഹോദരനാവാൻ പോകുന്നു. എന്നിട്ട് നമ്മുടെ രാജാവ് കരയുന്നുണ്ട്. എന്നിട്ട് നേരെ താഴേക്ക് വീഴുന്നു. സോ താഴേക്ക് വീണപ്പോഴും നമ്മുടെ ആർത്തറിനൊന്നും പറ്റുന്നില്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ ആർത്തറിൻ്റെ അടുത്തേക്ക് ഒരു മോൺസ്റ്റർ വരുന്നുണ്ട്. എന്നിട്ട് ഗുഡ് മോർണിംഗ് ആർത്തർ എന്ന് പറയുന്നുണ്ട്. സോ ഇവിടെ വെച്ച് 2ാമത്തെ എപ്പിസോഡ് കഴിയാണ്. സോ ആരാണ് ഈ മോൺസ്റ്റർ, ഈ മോൺസ്റ്റർ ഇനി എന്താ ആർത്തറിനെ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ അറിയണമെങ്കിൽ നമ്മൾ 3rd എപ്പിസോഡ് വരെ കാത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ 3ാമത്തെ എപ്പിസോഡ് കാണാം.